ശ്രീ ചന്ദ്രശേഖരൻ. സർ, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ വിഷയം വരുമ്പോൾ അത് നൽകുന്നവർ ഡോണറാണോ സ്വീകരിക്കുന്നവരാണോ? ആ നൽകുന്നവരോ എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളുടെ സർട്ടിഫിക്കറ്റിനായി ആളുകൾ വരികയാണ്. ഡോണർ ഏതെങ്കിലും ഒരു പ്രദേശത്തായിരിക്കും. എന്നാൽ അത് ഈ പറയുന്ന കിഡ്നി സ്വീകരിക്കേണ്ടയാൾ ഒരു നിയോജക മണ്ഡലത്തിൽ, ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ, സ്വീകരിക്കുന്ന ആളെക്കുറിച്ച് ഇവരെ എനിക്കറിയാം, അത് പറയാം. ഡോണറെക്കുറിച്ച് പറയാൻ കഴിയില്ല. പലപ്പോഴും ഈ സർട്ടിഫിക്കറ്റ് ജനപ്രതിനിധികളെ സമീപിക്കുന്ന ആളുകൾ അവരെ കൂടി അറിയുമെന്ന് പറയുമ്പോൾ ഇതിനിടയിൽ ഇടത്തട്ടുകാരായ ആളുകൾ സ്വീകരിക്കുന്ന നടപടികളും അതിൽ നടക്കുന്ന ചൂഷണവും ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഡോണറുള്ള മണ്ഡലത്തിലെ MLA അല്ലേ, അല്ലെങ്കിൽ ജനപ്രതിനിധി അല്ലേ ഡോണറെക്കുറിച്ച് പറയേണ്ടത്? അതല്ലാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ വിഷയങ്ങൾ നേരിടുകയാണ് സർ. അതുപോലെ ഈ ഒരു അവയവം നൽകുന്നതിന് വേണ്ടിയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആള് അവയവം മാറ്റുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവരുടെ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെയുള്ളത് തിരിച്ചു കൊടുക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ടോ? സർ, ബഹുമാന്യനായ അംഗം ഇവിടെ സൂചിപ്പിച്ച ആദ്യത്തെ കാര്യം എല്ലാ ജനപ്രതിനിധികളും നേരിടുന്ന ഒരു വിഷയമാണ്. വാസ്തവത്തിൽ ഈ നിയമത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ടിൻ്റെ ചട്ടങ്ങളിൽ MLA മാരെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ തുടർന്നു പോകുന്നൊരു അതിനൊരു കാരണമുണ്ട് സർ. അതായത് ഈ ഡോണറും റെസിപ്പിയന്റും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതും ഇവരെ നേരിട്ടറിയാമെന്നുള്ളതും പണമിടപാടില്ല എന്നുള്ളതാണ് DLAC പരിശോധിക്കുന്നത്. അതിൽ പലപ്പോഴും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എല്ലാ ജനപ്രതിനിധികൾക്കും. അതുകൊണ്ടിപ്പോൾ നിയമപരമായി അത് ജനപ്രതിനിധികളെ ഒഴിവാക്കിക്കൊണ്ട്, MLA മാരെ ഒഴിവാക്കിക്കൊണ്ട് അല്ലാതൊരു സംവിധാനത്തിൽ അത് സർട്ടിഫൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർ കേസോട്ടോ ഇങ്ങനെയുള്ള അവയവദാനത്തിൽ ഏതാണ്ട് 13 മുതൽ 15 രേഖകൾ വരെ ഹാജരാക്കണം. അപ്പോൾ ഐഡന്റിറ്റി തെളിയിക്കുന്നതിന് ആധാർ കാർഡ് വേണം, ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസിന്റെ രേഖകൾ വേണം, റേഷൻ കാർഡ് വേണം. അപ്പോൾ ഒരു സിംഗിൾ ഐഡന്റിറ്റി കാർഡായിട്ട് അത് ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്കുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നതിനാണ് ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കത് പരിശോധിക്കാൻ കഴിയില്ല. നമ്മുടെ മണ്ഡലത്തിൽ ഒരാളായിരിക്കും വന്ന് രോഗത്തിന്റെ മൂർച്ഛിച്ച അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് തടസ്സം പറഞ്ഞാൽ കുഴപ്പമായി പോകും എന്നുള്ള ഒരു സങ്കോചവും ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി അല്ലാതെ ഒരു നിശ്ചിത രീതിയിൽ മാനദണ്ഡത്തിൽ അത് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കും സർ. അതോടൊപ്പം രണ്ടാമത്തെ ചോദ്യം ഞാൻ മറന്നു. പൈസ അത് തീർച്ചയായിട്ടും പരിഗണിക്കും സർ. കാരണം മരിക്കുന്ന സമയം അവയവം ദാനം ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ മരണ സമയം സംബന്ധിച്ച് മുൻകൂട്ടി അറിയുക, അല്ലെങ്കിൽ അത്രയും രോഗം മൂർച്ഛിച്ച അവസ്ഥയോ അത് മുൻകൂട്ടി അറിയുമ്പോൾ മാത്രമേ അവയവം ദാനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് അത് ആലോചിക്കുന്നതാണ് സർ.